ഒരു ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. ഇൻ എ സ്വിമ്മിംഗ് റേസ് ദ ഓഡ്സ് ഇൻ ഫേവർ ഓഫ് എസ് വിന്നിംഗ് ആർ 2 to 3 ആൻഡ് ഓഡ്സ് എഗെയിൻസ്റ്റ് ബീസ് വിന്നിംഗ് ആർ 1 to 4. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് എ ഓർ ബി വിൻസ് ദ റേസ്. അപ്പോൾ ഒരു സ്വിമ്മിംഗ് റേസ് ആണ്, എയും ബിയും ആണ് മത്സരിക്കുന്നത് അല്ലേ. അപ്പോൾ എ വിൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്നുള്ള രീതിയിലല്ല ഇവിടെ ഡയറക്റ്റ് ആയിട്ട് തന്നിരിക്കുന്നത്. എന്താ തന്നിരിക്കുന്നത്? ഓഡ്സ് ഇൻ ഫേവർ ഓഫ് എസ് വിന്നിങ് ആൻഡ് ഓഡ്സ് എഗെയിൻസ്റ്റ് ബീസ് വിന്നിങ് എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് വിവരങ്ങൾ തന്നിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ കാണേണ്ടത് ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് എ ഓർ ബി വിൻസ് ദ റേസ്. അപ്പോൾ നമുക്ക് ഇവൻറ്റുകൾക്ക് പേര് കൊടുക്കാം. അപ്പോൾ ലെറ്റ് എ ഇസ് ഈക്വൽ ടു, എ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എ എന്ന് പറഞ്ഞ ആള് വിൻ ചെയ്യുക, എ വിൻസ് എന്നുള്ളതിന് ഞാൻ എ എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. ആൻഡ് ബി എന്ന് പറഞ്ഞ ഇവന്റ് കൊണ്ട് ഞാൻ ഡിനോട്ട് ചെയ്യുന്നത് ബി വിൻസ്. ബി എന്ന് പറഞ്ഞ ആൾ വിന്ന് ചെയ്യുന്നതിന് ഞാൻ എന്ത് ചെയ്യുന്നു? ബി എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. അങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം എഴുതേണ്ടത് എ വിൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്താണ്, ദാറ്റ് ഈസ് പി ഓഫ് എ എന്താണ് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. അവർ പി ഓഫ് ബി എന്താണ് എന്നും തന്നിരിക്കുന്ന വിവരത്തിൽ നിന്ന് നമ്മൾ എഴുതണം അല്ലേ. അപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? ഓഡ്സ് ഇൻ ഫേവർ ഓഫ് എസ് വിന്നിങ് ആർ 2 to 3 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓഡ്സ് ഇൻ ഫേവർ എന്ന് പറഞ്ഞാൽ 2 കേസുകളിൽ എ ജയിക്കുകയും 3 കേസുകളിൽ എ തോൽക്കുകയും ചെയ്യുമെന്നാണ് അർത്ഥം. 2 to 3 ആണ് ഓഡ്സ് ഇൻ ഫേവർ ഓഫ് എസ് വിന്നിങ് എന്ന് പറഞ്ഞാൽ ഇൻ 2 കേസസ് എ വിൽ വിൻ ആൻഡ് ഇൻ 3 കേസസ് എ വിൽ ലൂസ് അല്ലേ. അതായത് ടോട്ടൽ അപ്പോൾ എത്ര കേസുകളാണ്? 2ഉം 3ഉം അല്ലെ 5 കേസുകളാണുള്ളത്. അപ്പോൾ 2 കേസുകളിൽ ഇവിടെ എഴുതാം, 2 കേസുകളിൽ എ വിന്ന് ചെയ്യും ആൻഡ് 3 കേസുകളിൽ എ ലൂസ് ചെയ്യും. അങ്ങനെയാണെന്ന് വെച്ചാൽ ഔട്ട് ഓഫ് ടോട്ടൽ 5 കേസസ്. അപ്പോൾ എ വിൻ ചെയ്യാനുള്ള ഫേവറബിൾ കേസസ് എത്രയാണ്? 2 കേസുകളാണ് അല്ലെ, 5 കേസുകളിൽ. അപ്പോൾ പി ഓഫ് എ ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എസ് വിന്നിങ് ഇസ് 2/5. അപ്പോൾ ഈ ഓഡ്സ് ഇൻ ഫേവർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. 2 കേസുകൾ ഫേവറബിൾ ആണ്, 3 കേസുകൾ ഫേവറബിൾ അല്ല അല്ലേ. അതുമാതിരി അടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദ ഓഡ്സ് എഗെയിൻസ്റ്റ് ബീസ് വിന്നിങ് ആർ 1 to 4 എന്നാണ്. ഇവിടെ ഓഡ്സ് എഗെയിൻസ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഒരു കേസിൽ ബി എന്ത് ചെയ്യും? ലൂസ് ചെയ്യും. ഓഡ്സ് എഗെയിൻസ്റ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിനെതിരായിട്ടുള്ളതാണ്, ലൂസ് ചെയ്യാനുള്ള ലൂസ് ചെയ്യുന്ന കേസുകളാണ്. ആൻഡ് 4 കേസുകളിൽ എന്ത് ചെയ്യും? ബി വിന്നും ചെയ്യും. അപ്പോൾ ഓഡ്സ് എഗെയിൻസ്റ്റ് എന്ന് പറയുമ്പോൾ ആദ്യം എഴുതിയത് എഗെയിൻസ്റ്റ് ആയിട്ടും ആൻഡ് രണ്ടാമത് എഴുതിയിട്ടാണ് ഫേവർ ആയിട്ടുള്ളത് അല്ലെ. ഓഡ്സ് ഇൻ ഫേവർ എന്ന് പറഞ്ഞാൽ ആദ്യം എഴുതിയിരിക്കുന്ന നമ്പർ ഫേവർ ആയിട്ടും രണ്ടാമത് എഴുതിയിരിക്കുന്നത് എന്താണ്? എഗെയിൻസ്റ്റ് ആയിട്ടുമാണ് ഉള്ളത്. ഇവിടെ 1 to 4 ആണ് ഓഡ്സ് എഗെയിൻസ്റ്റ് ബീസ് വിൻ. അപ്പോൾ ടോട്ടൽ എത്ര കേസുകളാണ് അവിടെ ഉള്ളത്? ടോട്ടൽ ഇവിടെ 5 കേസുകളാണ് ഉള്ളത് അല്ലേ. അപ്പോൾ അതിൽ ഒരു കേസിൽ ബി ലൂസ് ചെയ്യും ആൻഡ് 4 കേസുകളിൽ ബി വിന്ന് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പം പ്രോബബിലിറ്റി ഓഫ് ബീസ് വിന്നിങ് ഇസ് 4/5. ഇത് രണ്ടും നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ അപ്പോൾ പ്രോബബിലിറ്റി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് എ ഓർ ബി വിൻസ് ദ റേസ്. അപ്പം പി ഓഫ് എ ഓർ ബി ആണ് കാണേണ്ടത്. എ വിൻസ് ഓർ ബി വിൻസ്, ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്കറിയാം ഓർ എന്ന് പറയുന്നതിന് നമ്മൾ പ്രോബബിലിറ്റിയുടെ ഭാഷയിൽ നമ്മൾ എങ്ങനെ എഴുതുക? യൂണിയൻ വെച്ചിട്ടാണ് എഴുതുക. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ട പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ആണ്. വാട്ട് ഈസ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി? പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്താണ്? നമുക്ക് എഡിഷൻ തിയറം പറഞ്ഞു തന്നുണ്ട്. ദാറ്റ് ഈസ് പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഇങ്ങനെ നമുക്ക് എഴുതാം അല്ലേ. അപ്പോൾ ഇവിടെ പി ഓഫ് എ നമുക്ക് അറിയാം, പി ഓഫ് ബി അറിയാം. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എയും വിന്ന് ചെയ്യുക ആൻഡ് ബിയും വിന്ന് ചെയ്യുക അല്ലേ. അപ്പോൾ ഇത് രണ്ടും കൂടി എ വിന്ന് ചെയ്യുന്നത് ബീനെ ഒരിക്കലും ബാധിക്കില്ല. ദേ ആർ ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ അറിയോ? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി വിച്ച് ഇസ് ഈക്വൽ ടു പി ഓഫ് എ എത്രയാണ്? പി ഓഫ് എ ഇസ് 2/3 അല്ലേ, 2/5 പ്ലസ് പി ഓഫ് ബി ഇസ് 4/5 മൈനസ് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി 2/5 ഇൻറ്റു 4/5. ദിസ് ഇസ് ഈക്വൽ ടു 2/5. ഈ 2 ഫ്രാക്ഷൻസ് നോക്കാം. രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ 5 ആണ് അല്ലേ. അപ്പോൾ 2/5 പ്ലസ് 4/5 ഇസ് 6/5
മൈനസ്, ഇവിടെ രണ്ട് ഫ്രാക്ഷൻസ് മൾട്ടിപ്ലൈ ചെയ്യലാണ്. അപ്പോൾ ന്യൂമറേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ, ഡിനോമിനേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ. അപ്പോൾ 2 into 8, 2 into 4 8 ഡിവൈഡ് ബൈ 5 into 5 25 അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് 25 എന്ന് പറയുന്നത് LCM ആയിട്ട് എടുക്കുകയാണെന്ന് വെച്ചാൽ 25 എടുക്കുകയാണെന്ന് വെച്ചാൽ ഇവിടെ എന്ത് വരും, 25 into 6/5 ദാറ്റ് ഈസ് 30 മൈനസ് 8 എന്ന് പറയും, വിച്ച് ഇസ് ഈക്വൽ ടു 23 ഡിവൈഡഡ് ബൈ 25. ഇങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, A speaks truth in 70% cases and B speaks truth in 85% cases. In what percentage of cases are they likely to contradict each other in stating the same fact? അപ്പോൾ ഇവിടെ രണ്ടാളുകളാണ് എയും ബിയും അല്ലേ. അപ്പോൾ എ സത്യം പറയുന്നത് എത്ര ശതമാനം കേസുകളാണ്, 70% കേസുകളിലാണ്. ബി എന്ന് പറഞ്ഞ ആൾ സത്യം പറയുന്നത് 85% കേസുകളിലാണ്. അപ്പം നമുക്ക് ആദ്യം അതിനെ നമുക്ക് എടുത്തിട്ട് എഴുതാം. അപ്പം നമ്മൾ എ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എ പറഞ്ഞ ലെറ്റർ കൊണ്ട് നമ്മളിവിടെ ഉദ്ദേശിക്കാൻ പോകുന്നത് എ സ്പീക്സ് ട്രൂത്ത്, എ സത്യം പറയുക എന്നുള്ളതിനെയാണ് ഞാനിവിടെ എ എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെന്ന് വെച്ചാൽ വാട്ട് ഈസ് എ കോംപ്ലിമെൻറ്റ്, എ എന്ന് പറഞ്ഞാൽ നുണ പറയുക, അതായത് എ ലൈസ്, കള്ളത്തരം പറയുന്നതിന് നമ്മൾ എന്ത് പറയുന്നു, എ കോംപ്ലിമെൻ്റ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. അതുമാതിരി ബി എന്ന് പറഞ്ഞ ഇവൻ്റ് കൊണ്ട് ഞാൻ ഡിനോട്ട് ചെയ്യുന്നത് ബി സ്പീക്സ് ട്രൂത്ത്, ബി സത്യം പറയുന്നതിനെയാണ് ഞാൻ ബി എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെന്ന് വെച്ചാൽ വാട്ട് ഈസ് ബി കോംപ്ലിമെൻറ്റ്, ബി ലൈസ്, ബി നുണ പറയുകയാണെങ്കിൽ അതിനെ നമ്മൾ ബി കോംപ്ലിമെൻ്റ് കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇവൻറ്റുകൾക്കൊക്കെ പേര് കൊടുത്തു വെച്ചു. അപ്പോൾ എയും ബിയും ഉണ്ട്, അത് കണ്ടാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി എ കോംപ്ലിമെൻറ്റും ബി കോംപ്ലിമെൻറ്റും കണ്ടുപിടിക്കാം. അപ്പം എ എത്ര ശതമാനം കേസുകളിലാണ് സത്യം പറയുന്നത്, എ സത്യം പറയുന്നത് 70% കേസുകളിലാണ്. അപ്പോൾ എ സത്യം പറയാനുള്ള പ്രോബബിലിറ്റി എന്താണ്, 70%ആണ്. ദറ്റ് ഈസ് 70/100 വിച്ച് ഈസ് ഈക്വൽ ടു 0.7 അല്ലേ. അങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് പി ഓഫ് എ കോംപ്ലിമെൻ്റ് അതിൻ്റെ സൈഡിൽ തന്നെ എഴുതി വെച്ചൂടെ. വാട്ട് ഈസ് പി ഓഫ് എ കോംപ്ലിമെൻറ്റ്, നമ്മൾ റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് പി ഓഫ് എ കോംപ്ലിമെൻറ്റ്, ഇറ്റ് ഈസ് 1 മൈനസ് പി ഓഫ് എ, ദറ്റ് ഈസ് 1 മൈനസ് 0.7 എന്ന് പറയാം, വിച്ച് ഈസ് ഈക്വൽ ടു 0.3. അപ്പോൾ നമുക്ക് പി ഓഫ് എ കിട്ടി. എ സത്യം പറയാനുള്ള പ്രോബബിലിറ്റി അറിയാം, എ നുണ പറയാനുള്ള പ്രോബബിലിറ്റി നമ്മൾ കണ്ടുപിടിച്ചു. സിമിലർലി വാട്ട് ഈസ് പി ഓഫ് ബി, നമ്മളോട് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ബി സ്പീക്സ് ട്രൂത്ത് ഇൻ 85% കേസസ്. അപ്പം ബി പ്രോബബിലിറ്റി ഓഫ് ബി ഈസ് 85 ഡിവൈഡഡ് ബൈ 100 വിച്ച് ഈസ് ഈക്വൽ ടു 0.85. അപ്പം നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ബി കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കാം. വാട്ട് ഈസ് പ്രോബബിലിറ്റി ഓഫ് ബി കോംപ്ലിമെൻറ്റ്, ദിസ് ഈസ് ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ബി, ദറ്റ് ഈസ് 1 മൈനസ് 0.85 which is equal to 0.15. അപ്പോൾ ആ പ്രോബബിലിറ്റീസ് നമുക്ക് കിട്ടും. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ്റെ അടുത്ത പാർട്ടിലേക്കാണ് പോകാൻ പോകുന്നത്. ഇനി ക്വസ്റ്റ്യൻ്റെ നമുക്ക് ആവശ്യമുള്ള പാർട്ട് എന്താണ്, ഇൻ വാട്ട് പെർസെൻറ്റേജ് ഓഫ് കേസസ് ആർ ദേ ലൈക്ലി ടു കോൺട്രഡിക്റ്റ് ഇൻ സ്റ്റേറ്റിംഗ് ദ സെയിം ഫാക്ട്. അപ്പോൾ ഇവിടെ ഒരു പെർസെൻറ്റേജ് ആണ് കാണാൻ പറയുന്നത്. അപ്പോൾ പെർസെൻറ്റേജ് കാണൽ കുഴപ്പമില്ല, നമ്മൾ എന്ത് ചെയ്യുക, പ്രോബബിലിറ്റി കാണുക, ഇൻറ്റു 100 ചെയ്താൽ മതി. പക്ഷേ എന്തിൻ്റെ പെർസെൻറ്റേജ് ആണ് കാണേണ്ടത്, അവരോട് ചോദിച്ചിരിക്കുന്നത് ഇൻ വാട്ട് പെർസെൻറ്റേജ് ആർ ദേ ലൈക്ലി ടു കോൺട്രഡിക്റ്റ് ഈച്ച് അതർ. അതായത് എയും ബിയും പറയുന്ന കാര്യങ്ങൾ വിരുദ്ധമായിട്ട് പറയുക. അതായത് എ സത്യം പറയുമ്പോൾ ബി നുണ പറയുകയും, അല്ലെങ്കിൽ ബി സത്യം പറയുമ്പോൾ എ നുണ പറയുക, അങ്ങനത്തെ കേസിനെയാണ് നമ്മൾ കോൺട്രഡിക്ഷൻ വരിക എന്ന് പറയും. വിരുദ്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ വരുന്നത് ഇനിയാണ് നമ്മൾ കോൺട്രഡിക്ഷൻ വരിക എന്ന് പറയുന്നത്. അപ്പം ഞാൻ നോക്കുന്നത് എപ്പോഴാണ് കോൺട്രഡിക്ഷൻ വരുന്നത് അല്ലേ. അപ്പം പ്രോബബിലിറ്റി ഓഫ് കോൺട്രഡിക്ഷൻ വരാനുള്ള സാധ്യത എന്താണ്, കോൺട്രഡിക്ഷൻ അല്ലേ. അപ്പോൾ എപ്പോഴൊക്കെയാണ് കോൺട്രഡിക്ഷൻ വരിക, പ്രോബബിലിറ്റി ദാറ്റ് എ സ്പീക്സ് ട്രൂത്ത്, എ സത്യം പറയുക, ആൻഡ് ബി ലൈസ്, ബി നുണ പറയുക. അങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കോൺട്രഡിക്ഷൻ വന്നില്ലേ, രണ്ടുപേരും വിരുദ്ധമായി, ഒരാൾ സത്യം പറഞ്ഞു മറ്റേയാൾ നുണ പറഞ്ഞു, ഇങ്ങനെ ഒരു കോൺട്രഡിക്ഷൻ വരാം. അല്ലെങ്കിൽ ഓർ മറ്റൊരു തരത്തിൽ എന്താണ് കോൺട്രഡിക്ഷൻ വരിക,
എ ലൈസ്, എ എന്ന് പറഞ്ഞാൽ നുണ പറയുന്നു. ആൻഡ് ബി സ്പീക്സ് ട്രൂത്ത്, ബി സത്യം പറയുക. അപ്പോഴും ഒരു കോൺട്രഡിക്ഷൻ വന്നു, ബി സ്പീക്സ് ട്രൂത്ത് അല്ലേ. ഇതാണ് കോൺട്രഡിക്ഷൻ വരാനുള്ള സാധ്യത. അപ്പം നമ്മൾ ഈ ലാംഗ്വേജിൽ എഴുതിയത് ഇപ്പം നമ്മളതിനെ നമ്മളെ പ്രോബബിലിറ്റിയുടെ ലാംഗ്വേജിലേക്ക് മാറ്റിയിട്ട് ആദ്യം എഴുതുക. ദിസ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ സ്പീക്സ് ട്രൂത്ത്. അത് നമ്മൾ എ കൊണ്ടാണ് ഡിനോട്ട് ചെയ്തത്. ആൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഇടുക, ഇൻ്റർസെക്ഷൻ. ബി ലൈസ്, ബി നുണ പറയുക എന്ന് പറഞ്ഞാൽ ബി കോംപ്ലിമെൻറ്റ്. ഓർ എന്നാണ് അടുത്ത് വരുന്നത്. ഓറിന് നമുക്കറിയാം നമ്മൾ യൂണിയൻ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. എ ലൈസ്, എ നുണ പറയുക എന്ന് പറഞ്ഞാൽ നമ്മൾ എ കോംപ്ലിമെൻറ്റ്. ആൻഡ് ഇൻ്റർസെക്ഷൻ ബി സ്പീക്സ് ട്രൂത്ത്, ബി. അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് എഴുതുന്നത്, കോൺട്രഡിക്ഷനുള്ള പ്രോബബിലിറ്റി എഴുതുന്നത്. അപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞു. ഇപ്പം നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ നോക്കുക. ഇവിടെ എന്താണ്, എ സത്യം പറയുന്നു, ബി നുണ പറയുന്നു. അല്ലെങ്കിൽ അല്ലേ, എ നുണ പറയുന്നു, ബി സത്യം പറയുന്നു. ഈ രണ്ടെണ്ണത്തിനും കൂടി ഒന്നിച്ചൊക്കറിയാൻ പറ്റുമോ? എ സത്യം പറയുക, ഇവിടെ എ നുണ പറയുക, ബി സത്യം പറയുക, ബി നുണ പറയുക, എല്ലാം കൂടി ഒന്നിച്ചൊക്കറിയോ? ഒന്നില്ലെങ്കിൽ ഈ ഇവൻ്റ് ഒക്കറിയും, അല്ലെങ്കിൽ ഈ ഇവൻ്റ് ഒക്കറി. ഈ രണ്ട് ഇവൻറ്റുകൾക്ക് ഒന്നിച്ചിട്ട് ഒരേ സമയത്ത് ഒക്കറ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഇവൻറ്റ്സിന് നമ്മൾ എന്താ പറയുക, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ്. അപ്പോൾ നമുക്ക് സൈഡിൽ എഴുതി വയ്ക്കാം, എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ആൻഡ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ്. എന്താണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് എന്ന് നമുക്കറിയാം. രണ്ട് ഇവൻറ്റുകൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ നമുക്ക് പറയാം പി ഓഫ് എ യൂണിയൻ ബി ക്യാൻ ബി റിട്ടൺ ആസ് പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി ഇഫ് എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. അപ്പോൾ ഇവിടെ എക്കും ബിക്കും പകരം ആൾ ചെറിയ കുറച്ച് വ്യത്യസ്തമാണ്. എന്താണ്, എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റും എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബിയുമാണ്. സിൻസ് ദേ ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്, ദറ്റ് ഈസ് ദേ കനോട്ട് ഒക്കർ അറ്റ് ദ സെയിം ടൈം, നമുക്ക് എന്തെഴുതാം, പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് യൂണിയനെ പ്ലസ് ആക്കി എഴുതാം, പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി. ഇങ്ങനെയാണ് കോൺട്രഡിക്ഷൻ വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതിപ്പം ഈ ഇവൻറ്റുകൾ എ സത്യം പറയുന്നു, ബി നുണ പറയുന്നു, ദേ ആർ ഇൻഡിപെൻഡൻ്റ് ഓഫ് ഈച്ച് അതർ. നമുക്ക് ആലോചന അറിയാം അല്ലേ. അതുമാതിരി എ നുണ പറയുന്നു, ബി സത്യം പറയുന്നു, ഇതെല്ലാം ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ ഇവർ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി കോംപ്ലിമെൻറ്റ് പ്ലസ് പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബിനെ നമുക്ക് എങ്ങനെ എഴുതാം, ദറ്റ് ഈസ് പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻറ്റു പി ഓഫ് ബി. അല്ലേ, ഇങ്ങനെ നമ്മൾ എഴുതി. ഇനി നമുക്ക് ഓരോന്നിൻ്റെയും പ്രോബബിലിറ്റീസ് നമുക്കറിയാം. പി ഓഫ് എ ഇസ് 0.7, പി ഓഫ് ബി കോംപ്ലിമെൻറ്റ് ഇസ് 0.15 പ്ലസ് പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇസ് ഈക്വൽ ടു 0.3 ആൻഡ് പി ഓഫ് ബി ഇസ് ഈക്വൽ ടു 0.85 അല്ലേ. അപ്പോൾ ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻസർ കിട്ടും. നമുക്ക് നോക്കാം എന്താ ആൻസർ വരാൻ പോകുന്നതെന്ന്. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാവുന്ന ആൻസർ 0.36 ആണ്. എന്താ കിട്ടുന്നത്, 0.36 ആണ് നമുക്ക് പ്രോബബിലിറ്റി കിട്ടിയിരിക്കുന്നത്. നമ്മളോട് പെർസെൻറ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ റിക്വയേർഡ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി, ദറ്റ് ഈസ് 0.36 ഇൻറ്റു 100, ദറ്റ് ഈസ് 36%. അപ്പം 36% കേസുകളിൽ എയും ബിയും വിരുദ്ധമായിട്ടുള്ള അഭിപ്രായം പറയും. ഒന്ന് സത്യം ഒന്ന് നോണയും മാറി മാറിയിട്ട് പറയും ഈ 36% കേസുകൾ.